പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൂരജിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സൂരജ് ഇതേ തുടർന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് തനിക്ക് മീനുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം. പക്ഷേ അത് മീനുവിനെ അറിയിക്കുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് നടത്തുകയും വേണം. പക്ഷേ ഇതിനിടയിൽ ചിന്താമണി കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായിരിക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന സൂരജ് ഇപ്പോൾ സ്നേഹിക്കുന്നത് തന്നെയല്ല മറ്റൊരുത്തിയെയാണ് എന്നുള്ള കാര്യം. ഇതേ തുടർന്ന് ചിന്താമണി അറിഞ്ഞതിനെ തുടർന്ന് സൂരജിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു. ചിന്താമണി സൂരജിനെ തടഞ്ഞു നിർത്തുകയും സൂരജിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ നിനക്ക് പറയാനുള്ളത് പറയൂ, എന്താണെന്ന് ഞാനും കേൾക്കട്ടെ, എനിക്കും ആ കാര്യം അറിയണമെന്നുണ്ട്. ഇതോടെ സൂരജേട്ടനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. മാത്രവുമല്ല സൂരജേട്ടനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ മുതലല്ല, പണ്ട് മുതലെയാണ്. ഇത് കേൾക്കുന്ന സൂരജും നിന്നെ എനിക്കും ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. നീ എൻ്റെ സഹോദരിയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്ന ഓരോ തെറ്റുകളും പൊറുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ഞാനും തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണി. ഇതോടെ ചിന്താമണി കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ്. ഞാൻ സ്നേഹിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ ചെയ്യുന്നത്. അത് ഒരു സഹോദരിയോട് ഉള്ള സ്നേഹമല്ല എനിക്ക് വേണ്ടത്. ഞാൻ വിവാഹം കഴിക്കാനാണ് സൂരജിനെ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇപ്പോൾ അവൾ അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സൂരജാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ സൂരജ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരുന്നു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. ഇത് കേൾക്കുന്ന ചിന്താമണി ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്താണ് അതിന് കാരണം? അതിനുള്ള കാരണം എനിക്ക് അറിയണം. എനിക്കെന്താ ഭംഗിയില്ലേ, പഠിപ്പില്ലേ, എന്താണ് എന്നിലുള്ള കുറവ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് ചിന്താമണി. ഇതോടെ സൂരജ്, ഞാൻ നിന്നെ എൻ്റെ സഹോദരിയെ പോലെയാണ് കണ്ടിരിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് പിറകോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇത് കേൾക്കുന്ന ചിന്താമണിയാകെ ഞെട്ടിപ്പോവുകയാണ്. ആരാണ് ആ പെൺകുട്ടി? അത് എനിക്കറിയണം. അതെനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നും എന്നെ പറ്റിക്കുന്നതിന് വേണ്ടിയല്ലേ സൂരജേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സൂരജ് അല്ല എന്ന മറുപടി പറയുകയാണ്. ഞാൻ നിന്നെ പറ്റിക്കുന്നതിന് വേണ്ടി അല്ല പറയുന്നത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത്. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയെ നിനക്ക് അറിയുകയും ചെയ്യാം. ഇത് കേൾക്കുന്ന അവൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. ആരാണ് ആ പെൺകുട്ടി? എനിക്ക് ആ പെൺകുട്ടി ആരാണ് എന്ന് അറിയുക തന്നെ വേണം. ഇതോടെ അത് മറ്റാരുമല്ല, മീനുവാണ്. ആദ്യം എനിക്ക് അവളോട് വെറുപ്പായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ആ വെറുപ്പ് പ്രണയമായി മാറിയിരിക്കുകയാണ്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവളെ വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും സൂരജ് വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് മാനസികമായി. ഇപ്പോൾ അവൾ ഇതോടെ ചിന്താമണി ആകെ കരഞ്ഞു പോകുന്നു. പക്ഷേ ചിന്താമണിയോട് എന്നേക്കാൾ മികച്ചൊരു ആളെ നിനക്ക് വരനായി ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. എന്നേക്കാൾ
വളരെ നല്ലവനായ ഒരാൾ നിന്നെ തേടി എത്തുക തന്നെ ചെയ്യും ചിന്താമണി. കാരണം നീ നല്ലൊരു പെൺകുട്ടിയാണ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൂരജ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ചിന്താമണിയുടെ മുന്നിൽ. ഇതേ തുടർന്ന് സൂരജ് പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. തൻ്റെ മനസ്സിലെ പ്രണയം ഇനിയും മറച്ചു വയ്ക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായി അറിയിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അതിനായി അവളെ ചെന്ന് കണ്ട് സംസാരിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന സൂരജ് ഇതേ തുടർന്ന് മീനുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം മീനുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് മീനുവിനോട് എനിക്ക് മീനുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സൂരജ്. അപ്രതീക്ഷിതമായ ഈ സംഭവത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ പകച്ച് നിന്നു പോകുന്നു അവൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.